أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കി തീർക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാൽ ഉപദേശിക്കുകയാൽ സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ആമുഖമായി ഓതിവെച്ച വചനം 17-ാം അധ്യായം സൂറത്തു ഇസ്രാഈലിന്റെ 1-ാമത്തെ വചനമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിയാനെ രാപ്രയാണം ചെയ്യിച്ചവൻ മഹാപരിശുദ്ധൻ. ലൈലൻ, ഒരു രാത്രി, മിനൽ മസ്ജിദിൽ ഹറാമി, മസ്ജിദുൽ ഹറമിൽ നിന്ന്, ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക്, അല്ലദീ ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗവും നാം ആശീർവദിച്ചിരിക്കുകയാണ്. ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ആയത്തുകളിൽ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹത്തിന് കാട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കണ്ടറിയുന്നവനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, മക്കയിൽ നിന്ന് ഫലസ്തീനിന്റെ മണ്ണിലേക്ക് രാപ്രയാണം ചെയ്യിക്കുകയുണ്ടായി. ആ മസ്ജിദുൽ അഖ്സയെ സംബന്ധിച്ച് പറയുന്നത് അതിന്റെ ചുറ്റുഭാഗവും നാം ആശീർവദിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ചിലത് കാട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകനെ ആ യാത്ര കൊണ്ടുപോയത്. അങ്ങനെയുള്ള അല്ലാഹു മഹാപരിശുദ്ധൻ തന്നെ, അവൻ അസ്സമീആണ്, അൽ ബസീറാണ്. ഇതാണ് ഓതിവെച്ച ആയത്തിന്റെ മഅന. സഹോദരങ്ങളെ, നാം നിലകൊള്ളുന്നത് പവിത്ര മാസമായ റജബ് മാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസങ്ങൾ, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദിവസം മുതൽ അവന്റെ അടുക്കൽ രേഖപ്പെടുത്തിയത് പ്രകാരം മാസങ്ങളുടെ എണ്ണം 12 ആണ്. അതിൽ 4 ഹുറുമാക്കപ്പെട്ട ആദരണീയമായ മാസങ്ങളാണ്. ഏതൊക്കെയാണ് ഈ പവിത്രമായ മാസങ്ങൾ? അസ്സനതു 12 ശഹറ മിൻഹാ അർബഅത്തുൻ ഹുറും, 3 മുതവാലിയാത്തുൻ ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറം വറജബ് മുദർ അല്ലദീ ബൈന ജുമാദ വശഅബാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ഒരു വർഷം എന്നത് 12 മാസമാണ്. അതിൽ 4 ഹുറുമാക്കപ്പെട്ട ആദരണീയമായ മാസങ്ങളാണ്. 3 തുടർച്ചയായി വരുന്ന ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം എന്നീ മാസങ്ങളാണ്. 4ാമത്തെ പവിത്രമായ മാസം റജബ് മാസമാണ്. ഈ റജബ് മാസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, അബദ്ധവിശ്വാസങ്ങൾ, തെറ്റിദ്ധാരണകൾ മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാ അഥവാ രാപ്രയാണം, രാവുയാത്ര, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ
സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായ ഇസ്രാ മിഅ്റാജ് യാത്രകൾ ഇന്ന മാസത്തിലാണ് എന്ന് വ്യക്തമായി പറയത്തക്ക വിധത്തിലുള്ള തെളിവുകളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നതല്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരഭിപ്രായം റജബ് മാസത്തിലാണ് എന്നതാണ്, മറ്റൊരു അഭിപ്രായ പ്രകാരം അത് ദുൽഖഅദാണ് എന്ന് പറഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ റമദാനിലാണ് എന്ന് പറഞ്ഞവരുണ്ട്. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതകരമായ രണ്ട് യാത്രകളാണ്. ഒന്ന് ഇസ്രാ എന്ന പേരിൽ അറിയപ്പെടുന്നു, മറ്റൊന്ന് മിഅ്റാജ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒന്നാമത്തെ യാത്രയായ ഇസ്രാ അഥവാ രാപ്രയാണം എന്ന് പറഞ്ഞാൽ രാത്രി മക്കയിൽ നിന്ന് ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് അഥവാ മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയി. ആ യാത്രയാണ് ഇസ്രാ രാവു യാത്ര, രാപ്രയാണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകത്തേക്ക് യാത്ര പോയി. അതാണ് മിഅ്റാജ്, വാനയാത്ര, ആകാശയാത്ര, ആകാശാരോഹണം എന്ന പേരിൽ അറിയപ്പെടുന്ന യാത്ര. ഈ രണ്ട് യാത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ സംഭവങ്ങളാണ്. ഒരൊറ്റ രാത്രി തന്നെ, അതും രാത്രി പൂർണ്ണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ യാത്രക്ക് വേണ്ടി ആവശ്യം വന്നിട്ടില്ല. രാത്രിയുടെ ഒരു ഭാഗം ആ കാലഘട്ടത്തിൽ 2-3 മാസം യാത്ര ചെയ്യണം. എവിടെ നിന്ന്? മക്കയിൽ നിന്ന് ഫലസ്തീനിന്റെ മണ്ണിലേക്ക് എത്താൻ മാസങ്ങളോളം യാത്ര ചെയ്യണം. ആ അത്രയും ദൂരം രാത്രിയുടെ കുറച്ച് സമയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുകയും അവിടെ നിന്ന് ആകാശ ലോകത്തേക്ക് യാത്ര ചെയ്യുകയും ആ രാത്രി തന്നെ തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എത്തുകയും ചെയ്തു എന്നത് പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായ മുഅ്ജിസത്തുകളിൽപ്പെട്ട സംഗതികളാണ്. ഇവിടെ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഫലസ്തീനിന്റെ മണ്ണിലേക്ക് യാത്ര പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയത് ബുറാഖ് എന്ന ഒരു വാഹനപ്പുറത്താണ്. ആ വാഹനത്തെ കുറിച്ച് നമുക്ക് കാണാം, കഴുതയേക്കാൾ നീളം കൂടിയതും കോവർ കഴുതയേക്കാൾ നീളം കുറഞ്ഞതുമായ ഒരു വാഹനമായിരുന്നു അത്. നമ്മുടെ ദൃഷ്ടി എത്തുന്നതിന്റെ അങ്ങേ അറ്റത്താണ് ആ മൃഗം അതിന്റെ കുളമ്പുകൾ എടുത്തു വെക്കുന്നത്. അത്രമാത്രം വേഗത്തിൽ സഞ്ചരിക്കുന്ന ബുറാഖ് എന്ന വാഹനപ്പുറത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയത്. മസ്ജിദുൽ അഖ്സയിൽ എത്തിയപ്പോൾ തന്റെ വാഹനത്തെ അതിന്റെ വാതിൽക്കൽ കിട്ടുകയും ആ പള്ളിയിൽ കയറി പ്രവാചകൻ നമസ്കാരം നിർവഹിക്കുകയും ആ പള്ളിയിൽ വെച്ച് മുൻ പ്രവാചകന്മാരിൽ പല പ്രവാചകന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെടുകയും അവർക്ക് ഇമാമായി കൊണ്ട് പ്രവാചകൻ നമസ്കരിക്കുകയും ചെയ്തതായിട്ടൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൂട്ടി 7 ആകാശത്തിലേക്കും പ്രവാചകൻ യാത്ര പോവുകയാണ്. ഓരോ ആകാശത്തിന്റെ കവാടത്തിലെത്തുമ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ ആകാശത്തിന്റെ കാവൽക്കാരായ മലക്കുകളോട് ആകാശത്തിന്റെ കവാടം തുറക്കാൻ ആവശ്യപ്പെടുന്നു. ആകാശത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കുന്നു, ആരാണ് നിങ്ങൾ? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയുന്നു, ഞാൻ ജിബ്രീലാണ്. ആകാശത്തിന്റെ കാവൽക്കാരനായ മലക്ക് ചോദിക്കുന്നു, നിങ്ങളുടെ കൂടെ ആരാണുള്ളത്? ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, എന്റെ കൂടെ മുഹമ്മദാണുള്ളത്. ആ മലക്ക് വീണ്ടും ചോദിക്കുകയാണ് ജിബ്രീലിനോട്, മുഹമ്മദിനെ കൂട്ടിക്കൊണ്ടുവരാൻ നിങ്ങളെ ഏൽപ്പിച്ചിരുന്നുവോ? അതെ, എന്നെ ഏൽപ്പിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടുകയാണ്. ഒന്നാം ആകാശത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കുകയാണ്. ഒന്നാം ആകാശത്തിൽ വെച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണുന്നു. രണ്ടാം ആകാശത്തിൽ വെച്ച് ഈസാ അലൈഹിസ്സലാമിനെയും അതുപോലെ യഹ്യ അലൈഹിസ്സലാമിനെയും കാണുന്നു. മൂന്നാം ആകാശത്തിൽ വെച്ച് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണുന്നു. നാലാം ആകാശത്തിൽ വെച്ച് ഇദ്രീസ് അലൈഹിസ്സലാമിനെ കാണുന്നു. അഞ്ചാം ആകാശത്തിൽ വെച്ച് ഹാറൂൻ അലൈഹിസ്സലാമിനെ കാണുന്നു. ആറാം ആകാശത്തിൽ ചെല്ലുമ്പോൾ മൂസ അലൈഹിസ്സലാമിനെ കാണുന്നു. ഏഴാം ആകാശത്തിൽ എത്തുമ്പോൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബൈത്തുൽ മഅമൂറിലേക്ക് ചാരി ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ സദാ പെരുമാറ്റമുള്ള ഭവനം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അഥവാ ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ ആകാശ ലോകത്തെ കഅബയാണ്. ഭൂമിയിൽ ദുനിയാവിലെ കഅബക്ക് നേരെ മുകളിലായി
സ്ഥിതി ചെയ്യുന്ന ആകാശ ലോകത്തെ കഅബയാണ് ബൈത്തുൽ മഅമൂർ. ഡെയിലി 70,000 വീതം മലക്കുകൾ വന്ന് ആ ഭവനത്തിൽ വന്ന് ഇബാദത്തുകൾ നിർവഹിച്ച് തിരിച്ചു പോകുന്നു. അടുത്ത ദിവസം വേറെ 70,000 മലക്കുകൾ വരുന്നു. ഒരു ദിവസം വന്ന മലക്കുകൾ പിന്നീട് ഒരിക്കലും ആ ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. ഇങ്ങനെ ഓരോ ദിവസവും 70,000 വീതം മലക്കുകൾ വന്ന് ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ച് മടങ്ങിപ്പോകുന്ന ആകാശ ലോകത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ കഅബക്ക് നേർമുകളിലായി ആകാശ ലോകത്ത് സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മഅമൂർ എന്ന ആകാശ ലോകത്തെ കഅബയിലേക്ക് ചാരിയിരിക്കുന്ന അവസ്ഥയിലായി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. അതിന്റെയും അപ്പുറം, ഏഴാകാശങ്ങളുടെയും അപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കുന്ന കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്ന പേനകളുടെ ചലനങ്ങൾ കേൾക്കുമാർ ഒരു പ്രത്യേകമായ മണ്ഡലത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുകയാണ്. പിന്നെ അവിടെ വെച്ച് പ്രവാചകൻ കണ്ട സ്വർഗീയ വൃക്ഷം എന്നറിയപ്പെടുന്ന സിദ്റത്തുൽ മുൻതഹ എന്ന ഒരു മഹാത്ഭുത വൃക്ഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. പ്രവാചകൻ പറയുകയാണ്, ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ വൃക്ഷമാണ്, ഒരിക്കലും അതിനെ വർണ്ണിക്കാൻ കഴിയില്ല. ആ മരത്തിലെ ഇലകൾ എന്ന് പറഞ്ഞാൽ ആനയുടെ ചെവി പോലെയാണ്, അതിലെ പഴങ്ങൾ എന്ന് പറഞ്ഞാൽ ഭരണികൾ പോലെയാണ്. അതിനടിയിലൂടെ 4 അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 2 അരുവികൾ സ്വർഗീയ ലോകത്ത് നിന്നുള്ള അരുവികളാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായ 2 അത്ഭുതകരമായ യാത്രകൾ. ആ യാത്രക്ക് ഒരു രാത്രിയിലെ ഏതാനും ചില സമയങ്ങൾ മാത്രമാണ് പ്രവാചകന് ആവശ്യമായി വന്നത്. ഒന്നാമത്തെ യാത്രയാണ് ഇസ്റാ അഥവാ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അഥവാ ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക്. രണ്ടാമത്തെ യാത്രയാണ് ഇസ്റാ ആകാശയാത്ര, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശ ലോകത്തേക്കുള്ള യാത്ര. ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഒരുപാട് അത്ഭുതകരമായ വേറെയും കാഴ്ചകളുണ്ട്. ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതും ആനയിക്കുന്നതും പരിഗണിക്കുന്നതും ആതിഥ്യമരുളുന്നതും ഒരുപാട് അത്ഭുതകരമായ സംഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന യാത്രയാണ് മിഅ്റാജ് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശയാത്ര. ഈ 2 യാത്രകളും കഴിഞ്ഞ് മക്കയിൽ തിരിച്ചെത്തി നേരം വെളുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്രയെ പറ്റി പറയുമ്പോൾ ജനങ്ങളുടെ അഭിപ്രായം പല രൂപത്തിലായിരുന്നു. ചില ആളുകൾ പറഞ്ഞു മുഹമ്മദിനെ ഭ്രാന്താണ്, ചില ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി, ചില ആളുകൾ കൈകൊട്ടിച്ചിരിക്കാൻ തുടങ്ങി, ചില ആളുകൾ തലയിൽ കൈവച്ച് ആശ്ചര്യം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ചില ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കൂടി, എന്താണ് അബൂബക്കറെ താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നന്വേഷിച്ചുകൊണ്ട് സിദ്ദീഖുൽ ആദമിന്റെ അടുക്കലേക്ക് ഓടിപ്പോയി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് അവരോട് പറയുകയാണ്, നിങ്ങളോട് പ്രവാചകൻ അങ്ങനെ പറഞ്ഞുവോ? പ്രവാചകൻ മുഹമ്മദിന്റെ നാവിൽ നിന്ന് നിങ്ങൾ അങ്ങനെ കേട്ടുവോ? ജനങ്ങൾ പറഞ്ഞു അതെ. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇതിനേക്കാളും വലിയ വിഷയത്തിലും ഞാൻ പ്രവാചകനെ അംഗീകരിക്കാൻ തയ്യാറാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാവ് കൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 യാത്രയും പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായതാണ് എന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും അന്ന് മുതലാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ്, സത്യവാൻ, സത്യം പറയുന്നവൻ, സത്യം അംഗീകരിക്കുന്നവൻ, സത്യസന്ധൻ എന്ന പേരിന് അർഹനായി തീരാനുള്ള കാരണം ഈ ഒരു സംഭവമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല ആ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഊതിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാസ, 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുകയാണ്. അതിൽ ഒന്ന് ഉഅതിയ സ്വലവാത്തുൽ ഖംസ, 5 വഖത്ത് നമസ്കാരങ്ങൾ, 50 വഖത്ത് നമസ്കാരങ്ങളാണ് ആദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. നമസ്കാരത്തെ കുറിച്ച് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിലെ ഓരോ നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് വഹയിലൂടെ പ്രവാചകനെ ഇറക്കി കൊടുക്കുകയാണ്. നോമ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. അതുപോലെ സക്കാത്തുമായി ബന്ധപ്പെട്ടത്, ഹജ്ജുമായി ബന്ധപ്പെട്ടത്, ഉംറയുമായി ബന്ധപ്പെട്ടത്, ഇസ്ലാമിന്റെ മറ്റ് ഇബാദത്തുകളെല്ലാം ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തെങ്കിൽ നമസ്കാരം ഇങ്ങോട്ട് ഇറക്കി
കൊടുത്ത ഇബാദത്തല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകാശ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ആകാശ ലോകത്തേക്ക് പ്രവാചകൻ യാത്ര ചെയ്തു ചെല്ലുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയായ പ്രവാചകനെ അവന്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തി പ്രവാചകനെ സൽക്കരിച്ച് പ്രവാചകനെ വിരുന്നൂട്ടി അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് നൽകിയ ഗിഫ്റ്റാണ്, ഹദിയയാണ്, സമ്മാനമാണ് നമസ്കാരം എന്ന മഹത്തായ ഇബാദത്ത്. ആദ്യം നൽകിയത് 50 വഖത്ത് നമസ്കാരമായിരുന്നു. ഈ 50 വഖത്ത് നമസ്കാരവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുമ്പോൾ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുകയാണ്. മൂസാ അലൈഹി സ്വലാം ചോദിച്ചു, എന്താണ് അല്ലാഹു തന്നത്? എനിക്ക് 50 വഖത്ത് നമസ്കാരം തന്നു. മൂസാ അലൈഹി സ്വലാം പറഞ്ഞു, വലിയൊരു സമുദായത്തിന് മാർഗം കാണിച്ച, അവരെ നയിച്ച ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ 50 വഖത്ത് നമസ്കാരം നിങ്ങളുടെ ഉമ്മത്തിന് പ്രയാസമായിരിക്കും. അതുകൊണ്ട് തിരിച്ചു പോകണം, കുറച്ചു തരാൻ ആവശ്യപ്പെടണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകുന്നു, അത് കുറച്ചു കൊടുക്കുന്നു. വീണ്ടും മൂസാ അലൈഹിസ്സലാമിനെ കാണുന്നു, വീണ്ടും തിരിച്ചു പോകാൻ പറയുന്നു. ഇങ്ങനെ പല തവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. മൂസാ അലൈഹിസ്സലാമിനെ കാണുന്നു, നമസ്കാരം കുറച്ചു തരാൻ പറയുന്നു. അങ്ങനെ കുറച്ച് അവസാനം 5 വഖത്ത് നമസ്കാരവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വരുമ്പോൾ വീണ്ടും മൂസാ അലൈഹിസ്സലാമിനെ കാണുകയാണ്. ആ സമയത്ത് മൂസാ അലൈഹിസ്സലാം പറയുന്നുണ്ട്, റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകണം, ഇനിയും കുറച്ചു തരാൻ ആവശ്യപ്പെടണം. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, ഇനി എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് പോകാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. അങ്ങനെ 5 വഖത്ത് നമസ്കാരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വരികയാണ്. ഒരാൾ 5 വഖത്ത് നമസ്കാരം നിർവഹിച്ചാൽ 50 വഖത്തിന്റെ കൂലിയാണ്. ഒരു നമസ്കാരത്തിന് 10 നമസ്കാരത്തിന്റെ കൂലിയാണ്. 5 × 10 = 50 വഖത്ത് നമസ്കാരം നിർവഹിച്ച കൂലി 5 നേരം നമസ്കരിക്കുന്നവന് രേഖപ്പെടുത്തപ്പെടുമെന്ന് നമസ്കാരത്തിന്റെ മഹത്വമായി ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് കൊടുക്കാതെ പ്രവാചകന്റെ അടുക്കലേക്ക് വിളിച്ചു കൊണ്ടുപോയി അവിടെ നിന്ന് കൊടുത്തയച്ച സമ്മാനമാണ് നമസ്കാരമെങ്കിൽ ഇന്ന് സുബഹി ജമാഅത്തിന് പങ്കെടുക്കാത്ത, പള്ളിയിൽ വരാത്ത, നമസ്കാരം നിർവഹിക്കാത്ത, നമസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്ന, ഏതെങ്കിലും ഒരു നേരം മാത്രം നമസ്കരിക്കുന്ന, വെള്ളിയാഴ്ച ജുമാക്ക് മാത്രം പള്ളിയിൽ വരുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനോ സഹോദരിയോ ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ നമസ്കാരത്തെ പരിഹസിക്കുന്നവരാണ്, നിങ്ങൾ നമസ്കാരത്തെ അവഗണിക്കുന്നവരാണ്, നമസ്കാരത്തിന് വേണ്ടത്ര പരിഗണന കൊടുക്കാത്തവരാണ്. അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹുമുസ് സ്വലാത്ത ഫമൻ തറകഹാ ഫഖദ് കഫറ. ഒരു മുസ്ലിമിനെയും അമുസ്ലിമിനെയും വേർതിരിച്ചറിയാനുള്ള അടയാളമായി ഇസ്ലാം കണ്ട ഇബാദത്ത് നമസ്കാരമാണ്. പ്രവാചകന്റെ സ്വഹാബത്ത് പറയുകയാണ്, പള്ളിയിൽ നമസ്കാരം നിർവഹിക്കപ്പെടുമ്പോൾ ആ നമസ്കാരത്തിന് എത്താത്ത ആളുകൾ ഒന്നുകിൽ രോഗികൾ, അതും ചെറിയ രോഗികളല്ല, മാരകമായ രോഗം പിടിപെട്ട് എഴുന്നേറ്റ് നിൽക്കാൻ താക്കത്തില്ലാത്ത ഘട്ടത്തിൽ പോലും സ്വഹാബത്ത് പലപ്പോഴും 2 സ്വഹാബിമാരുടെ ചുമലുകളിൽ കൈയിട്ടുകൊണ്ട് കാലുകൾ ഭൂമിയിൽ ഉറക്കാതെ മണ്ണിലൂടെ വേച്ച് പള്ളിയിലെത്തിയതായി ഹദീസിന്റെ താളുകളിൽ കാണാം. വ്യക്തമായ രോഗികൾ, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തവർ, കിടപ്പിലായി പോയ രോഗികൾ, അതുപോലെ തന്നെ പ്രകടമായ വ്യക്തമായ മുനാഫിക്കുകളുമല്ലാതെ ജമാഅത്തിൽ പങ്കെടുക്കാത്ത ഒരാളും ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പറയുകയാണ്. ഒരു ഉറുപ്പിനെ പോലും നോമിക്കാത്ത പ്രവാചകൻ പറയുകയാണ്, ഞാൻ വിചാരിച്ചു പോയി പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ, നമസ്കാരത്തിന് ഒരു ആളെ ഏർപ്പെടുത്താൻ, എന്നിട്ട് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരാത്ത ആളുകളുടെ വീട്ടിലേക്ക് കുറെ വിറക് കെട്ടുകൾ ചുമന്നു കൊണ്ടുപോയി അവരെ വീട്ടിലിട്ട് ചുട്ടി കഴിക്കാൻ വരെ എനിക്ക് തോന്നിപ്പോയി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നമസ്കാരം. മുറൂസു ബിയാലകും ബിസ്സലാത്തി ലിസബഇ സിനീന വദ്രിബൂഹും അലൈഹാ ലിഅശ്രി സിനീൻ. 7 വയസ്സ് മുതൽ മക്കളെ
നമസ്കാരം ശീലിപ്പിക്കണമെന്നും 10 വയസ്സായിട്ട് നമസ്കരിച്ചില്ലെങ്കിൽ അവരെ അടിക്കണമെന്നും ഇസ്ലാം പറഞ്ഞെങ്കിൽ, ഇസ്ലാം അടിക്കണമെന്ന് പറഞ്ഞ ഒരേ ഒരു വിഷയം നമസ്കാരമാണെങ്കിൽ ഇതാണ് ഇസ്ലാമിൽ നമസ്കാരത്തിന്റെ സ്ഥാനമെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റേ ഇബാദത്തിനെ പോലെ നിങ്ങൾ കാണരുത്. ഇങ്ങോട്ട് വന്ന നിയമമല്ല, അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തയച്ച സമ്മാനമാണ് നമസ്കാരം. ഫൈൻ സ്വലഹത്ത് ഫഖദ അഫ്ലഹ വ അൻജഹ. ഈ നമസ്കാരം ആര് നന്നാക്കിയോ, ആര് ശരിയാക്കിയോ അവൻ രക്ഷപ്പെട്ടു, അവൻ വിജയിച്ചു. വൈൻ ഫസദത്ത് ഫഖദ ഖാബ വ ഖസറ. ഈ നമസ്കാരം ആര് മോശമാക്കിയോ അവൻ പരാജിതനാണ്, അവൻ നഷ്ടക്കാരനാണ്. വിശുദ്ധ ഖുർആനിൽ വിശ്വാസികൾ എന്ന പേരിൽ, സത്യവിശ്വാസികൾ എന്ന പേരിൽ, മുഅ്മിനീങ്ങൾ എന്ന പേരിൽ ഖുർആന്റെ 23-ാം അധ്യായം ഖദ അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. 1-ാമത്തെ ആയത്തിൽ തന്നെ മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പ്രഖ്യാപിച്ചു. എന്നിട്ട് 2-ാമത്തെ ആയത്ത് മുതൽ അതിന്റെ കാരണങ്ങൾ എണ്ണി പറയുമ്പോൾ 1-ാമതായി പറഞ്ഞത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്, ഭയഭക്തിയുള്ളവരാണ്, കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്നവരാണ്. എന്നാൽ നരകത്തെ കുറിച്ച് പറയുന്നിടത്ത് സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് വേർതിരിക്കപ്പെട്ട് കഴിയുമ്പോൾ സ്വർഗവാസികളായ ആളുകൾ വന്ന് നരകവാസികളെ കുറിച്ച് ഒരു കുശലാന്വേഷണം നടത്തുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. അനിൽ മുജ്രിമീൻ മാ സലക്കകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. അല്ലേ നരകവാസികളെ, നിങ്ങൾക്ക് എന്തു പറ്റി, നിങ്ങൾ നരകത്തിലെത്താനുള്ള കാരണം എന്ത് എന്ന് സ്വർഗവാസികൾ നരകത്തിന്റെ അധികാരോട് ചോദിക്കുമ്പോ നരകത്തിൽ കിടന്നുകൊണ്ട് അവർ വിളിച്ചു പറയുന്ന മറുപടികളിൽ 1-ാമത്തെ മറുപടി ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല, അതുകൊണ്ടാണ് ഈ നരകത്തിൽ എത്തിപ്പെടാനുള്ള കാരണമെന്ന് നരകവാസികൾ വിളിച്ചു പറയുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓതി തരികയാണ്. പരലോക വിചാരണയുടെ കോടതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുമ്പോൾ വിശ്വാസികളായ ആളുകൾ അല്ലാഹുവിനെ കാണുമ്പോൾ സന്തോഷം കൊണ്ട് അവന്റെ മുന്നിലേക്ക് സുജൂദിലായി വീഴുമ്പോ ചില ആളുകൾ പരലോകത്ത് വെച്ച് സുജൂദ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ നടു വളയുന്നില്ല, അവരുടെ നട്ടെല്ല് വളയുന്നില്ല, അവർക്ക് സുജൂദ് ചെയ്യാനാകുന്നില്ല. അവർ പിറകോട്ട് മലർന്നടിച്ച് വീണു പോവുകയാണ്. ആരാണവർ? ദുനിയാവിൽ സുജൂദ് ചെയ്യാത്തവർ, നമസ്കാരം ഉപേക്ഷിച്ചവർ, നമസ്കാരമില്ലാത്തവർ. അവർക്ക് ഈ ഗതികേടാണ് നാളെ പരലോകത്ത് നേരിടേണ്ടി വരിക. അതുകൊണ്ട് മനസ്സിലാക്കുക, ആകാശയാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് നൽകിയതാണ് നമസ്കാരം എന്ന് തിരിച്ചറിയണം. അതൊഴിവാക്കിയിട്ട് മുസ്ലിമെ ജീവിതത്തിൽ വേറെ എന്ത് ഇബാദത്ത് ചെയ്താലും പരലോകത്ത് കൈച്ചിലാവില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ പ്രവാചകൻ പറയുകയാണ് വഉതിയ ഖവാതിമ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനം എനിക്ക് നൽകപ്പെട്ടു. ആ യാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടതാണ് സൂറത്തുൽ ബഖറയുടെ അവസാനം. മുൻ പ്രവാചകന്മാർക്ക് ആർക്കും നൽകിയിട്ടില്ല. ആ യാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ അവസാനം നൽകപ്പെട്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമെങ്കിൽ ആർക്കറിയാം സൂറത്തുൽ ബഖറയുടെ അവസാനം? ഇന്ന് മുസ്ലിമീങ്ങളെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രയാണ്, നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ എത്രയാണ്. ഇന്ന് മുസ്ലിം സമൂഹത്തോട്, ന്യൂനപക്ഷത്തോട് അനീതികൾ കൂടി കൂടി വരുന്ന ഒരു നേർക്കാഴ്ച ഡെയിലി നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം എനിക്ക് നൽകപ്പെട്ടു എന്ന് പ്രവാചകൻ പറയുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഈ യാത്രയെ കുറിച്ച് ജനങ്ങൾ വന്ന് അന്വേഷിച്ചപ്പോ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഈമാനിന്റെ പ്രത്യേകത, ആ ഈമാനിന്റെ മഹത്വം എനിക്കും നിങ്ങൾക്കുമുണ്ടോ? എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ, ആരാണ് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തൊന്ന് മറിച്ചു നോക്കണം. ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിരിക്കുന്നു തന്റെ മേൽ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ. അതിനെ തുടർന്ന് വിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. കുല്ലുൻ ആമന ബില്ലാഹ്, അവരെല്ലാവരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. വമലായികതിഹി, അവന്റെ മലക്കുകളിൽ, വകുതുബിഹി, അവന്റെ വേദഗ്രന്ഥങ്ങളിൽ, വറസൂലിഹി, അവന്റെ പ്രവാചകനിൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ത് പറഞ്ഞു അത് അക്ഷരം പ്രതി അനുസരിക്കുന്നവരായിരിക്കണം. ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, ഒരു പ്രവാചകന്റെ ഇടയിൽ നമ്മൾ വേർതിരിവ് കാണിക്കാൻ പാടില്ല.
എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കണം. വഖാലു അവർ പറയുകയാണ് വിശ്വാസികൾ സമിഅന ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു വഅതഅന കേൾക്കുക മാത്രമല്ല അനുസരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഇന്ന് കേട്ട ഈ ഖുതുബയെങ്കിലും കേൾക്കുന്നതോടൊപ്പം വഅതഅന എന്ന് പറയാൻ ഇത് വിശ്വാസികളുടെ നിലപാടാണ്. ഇതൊരു മുസൽമാന്റെ സ്റ്റാൻഡാണ്. ഇതൊരു മുഅ്മിനിന്റെ പ്രഖ്യാപനമാണ്. സമിഅന വഅതഅന ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക് നീ പൊറുച്ചു തരണം, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ ഒരു നഫ്സിനോടും അതിന്റെ കഴിവിൽ പെടാത്തതൊന്നും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളോട് നിർബന്ധിക്കുന്നില്ല. ലഹാ മാ കസബത് വഅലൈഹാ മാ ഇക്തസബത് ഓരോ നഫ്സും എന്താണോ ചെയ്തത്, നന്മയാകട്ടെ തിന്മയാകട്ടെ അത് അതിനുണ്ടായിരിക്കും. റബ്ബനാ ഞങ്ങളുടെ റബ്ബേ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ ഞങ്ങൾ മറന്നു പോവുകയോ ഞങ്ങൾക്ക് അബദ്ധം സംഭവിക്കുകയോ ചെയ്താൽ ഞങ്ങളെ നീ പിടികൂടല്ല റബ്ബേ. റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ ഞങ്ങളുടെ മുൻഗാമികളായ സമുദായത്തിന്റെ മേൽ ഉണ്ടായിരുന്ന കർശനമായ മതനിയമങ്ങൾ ഞങ്ങളെ കൊണ്ട് വഹിപ്പിക്കല്ലേ റബ്ബേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ഉമ്മത്തിന് മുൻ സമുദായങ്ങളിൽ ഉണ്ടായിരുന്ന ഒരുപാട് മതനിയമങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകിയിട്ടുണ്ട്. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി ഞങ്ങൾക്ക് കഴിയാത്തത്, ഞങ്ങളുടെ കഴിവിൽപ്പെടാത്തത്, ഞങ്ങൾക്ക് സാധിക്കാത്തത് ഞങ്ങളെ കൊണ്ട് നീ വഹിപ്പിക്കല്ല റബ്ബേ. വഅഫു അന്നാ ഞങ്ങളോട് നീ വിട്ടുവീഴ്ച ചെയ്യണം. വഗ്ഫിർ ലനാ ഞങ്ങൾക്ക് നീ പൊറുച്ചു തരണം. വർഹംനാ ഞങ്ങളോട് നീ കരുണ കാണിക്കണം. അൻത മൗലാനാ നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ നിഷേധികളായ ജനതയ്ക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണേ. ഇതൊരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാ. രാത്രി ഉറങ്ങാൻ നേരത്ത് ഈ രണ്ടായത്തോതി നിങ്ങൾ കിടന്നാൽ നേരം വെളുക്കുന്നത് വരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാവലുണ്ടാകും. അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. പ്രാർത്ഥിക്കണം, അല്ലാഹുവേ അക്രമികളായ ജനതയ്ക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണമേ. അല്ലാഹുവിന്റെ സഹായമല്ലാതെ വേറെ എന്ത് സഹായമാണ് ഇനി നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാനുള്ളത്? ഒരു പള്ളി പോയി, അടുത്ത പള്ളിയിലും ഇന്ന് പൂജ തുടങ്ങി. നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ പേപ്പറിൽ വായിക്കുകയാണ് 15 പേർക്ക് തൂക്കുകയാണ്. അവർ ചെയ്തത് ഒരിക്കലും നാം ന്യായീകരിക്കുന്നില്ല. ആ ഘട്ടത്തിൽ തന്നെ കേരള നദവത്തുൽ മുജാഹിദീൻ ആ വിഷയത്തിലുള്ള നിലപാട് വളരെ വ്യക്തമായി ശക്തമായി പബ്ലിക്കായി പരസ്യമായി കേരളത്തിന്റെ മണ്ണിൽ നാം നമ്മുടെ നിലപാട് പറയുകയും പ്രസംഗിക്കുകയും ചെയ്തവരാണ്. എന്നാൽ ഏതൊരാളെ കൊല്ലുമോ ആ കൊലപാതകത്തിലേക്ക് എത്താനുള്ള കാരണമെന്നോ ആ കൊലപാതകത്തിന്റെ ചർച്ച, അതിന്റെ വിശദീകരണം, ആ കുറ്റാന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. വിചാരണ തുടങ്ങിയിട്ട് പോലുമില്ല. എവിടെ നോക്കിയാലും അനീതിയാണ് നമ്മൾ കാണുന്നത്. നിഷേധികളായ ശത്രുക്കളായ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ നമ്മളെ കാർന്നു തിന്നാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അല്ലാഹുവേ നിന്റെ സഹായമല്ലാതെ വേറൊരു സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നീയാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം. നിഷേധികളായ ജനതയ്ക്കെതിരിൽ ഞങ്ങൾ നീ സഹായിക്കണമേ. ഇത് പറയാതെ ഈ രണ്ടായത്തോടാണ് മുസ്ലിമെ നീ രാത്രി കടന്നുറങ്ങാൻ പാടില്ല. ആകാശയാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയതാണ്. മൂന്നാമത് പ്രവാചകൻ പറയാ വയഗ്ഫിറു ലിമൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ അൽ മുഖഹിമാത് എന്റെ ഉമ്മത്തിൽ നിന്ന് ശിർക്ക് ചെയ്യാതെ മരിച്ചു പോകുന്ന ആളുകൾ, അതല്ലാത്ത പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുന്ന ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായി മാറണം. അല്ലാഹുവിന് പുറമെ മറ്റൊരാളോടും പ്രാർത്ഥിക്കാത്ത, തൗഹീദിന് വിരുദ്ധമായ ഒരു ആശയവും സ്വീകരിക്കാത്ത, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് ഇസ്ലാമിന്റെ മക്കളെ, മുസ്ലിം ഉമ്മത്തെ തിരിച്ചു വരാതെ നിങ്ങളൊരു സഹായം, ഒരു വിജയം വരെ പ്രതീക്ഷിക്കണ്ട. ഈ മണ്ണിൽ ഇന്ന് അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനായി ഉയർത്തപ്പെടുന്ന പള്ളികൾ പോലും പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്. ആ പള്ളിയിൽ അല്ലാഹുവോടൊപ്പം ആരോടും നിങ്ങൾ ദുആ ചെയ്യരുത്. പള്ളിക്കുള്ളിലാണ് മുഹദ്ദീസ് ഇങ്ങനെ വിളിക്കുന്നത്, പള്ളിക്കുള്ളിലാണ് ബദരീങ്ങൾ വിളിക്കുന്നത്, പള്ളിക്കുള്ളിലാണ്
അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിക്കണ്ട. അള്ളാഹുവിന്റെ സഹായം വേണമെങ്കിൽ യഥാർത്ഥ മുവഹ്ഹിദുകളായി കറകളഞ്ഞ തൗഹീദിന്റെ ആളുകളായി മാറാതെ നിങ്ങൾക്ക് രക്ഷയില്ല. എങ്കിൽ തിരിച്ചു വരും. ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയവും നമ്മിലേക്ക് തിരിച്ചു വരും. ഇനിയും ഒരുപാട് യുദ്ധം ആ ഗസ്സയുടെ മണ്ണിൽ നടക്കാനുണ്ട്. ഈ നടന്നതൊന്നും ഒരു യുദ്ധമല്ലാതായി തോന്നുന്ന ഇതിനേക്കാളും വലിയ യുദ്ധമോ എന്ന് നമ്മൾ ചിന്തിക്കും. അതെ, ഇതിലും വലുതുണ്ട്. പല സംഘങ്ങളായി മുസ്ലിമീങ്ങൾ യഹൂദികളായി ഏറ്റുമുട്ടും. ആദ്യത്തെ സംഘം പരാജയപ്പെടും, രണ്ടാമത്തെ സംഘം പരാജയപ്പെടും, പിന്നീടുള്ള സംഘങ്ങൾ വിജയക്കൊടി പാറിക്കും. ആ ബൈത്തുൽ മുഖദ്ദസ് അടക്കം ഇസ്ലാമിന്റെ മക്കളുടെ കൈകളിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാലം വരാനുണ്ട് എന്നത് ലോകത്തിന്റെ പ്രവാചകൻ വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ലോകത്തോട് സംസാരിച്ച ഒരു പ്രവാചകന്റെ പ്രഖ്യാപനമാണ്. എല്ലാ അധികാരവും തിരിച്ചു വരും. എല്ലാ അധികാരവും. നമ്മുടെ രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 10-75 വർഷം പിന്നിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ 75 വർഷങ്ങൾക്ക് മുമ്പുള്ള 200 വർഷം എന്ന് പറഞ്ഞാൽ ഇവിടെ അടിമകളെ പോലെ നമ്മൾ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 75 വർഷം നമ്മുടെ രാജ്യത്ത് നാം സ്വാതന്ത്ര്യം ആസ്വദിച്ചവരാണെങ്കിൽ അതിനു മുമ്പുള്ള 200 വർഷക്കാലത്തിന്റെ ചരിത്രം പഠിക്കണം. അടിമകളെ പോലെ ഇവിടെ കഴിഞ്ഞിരുന്നു. അതിനു മുമ്പുള്ള 700 വർഷത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മുസ്ലിമീങ്ങൾ ഈ രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരെ പോലെ നാം ഇവിടെ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ പ്രതാപമെല്ലാം തിരിച്ചു വരും. ഈ അധികാരമെല്ലാം തിരിച്ചു വരും. എല്ലാ ആധിപത്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. അതിനുള്ള ക്വാളിറ്റി ഉണ്ടാകണം. മുസ്ലിമാണെന്ന് പറഞ്ഞാൽ, മുഅ്മിനാണെന്ന് പറഞ്ഞാൽ, വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ അതിനുള്ള ക്വാളിറ്റി ഉണ്ടാകണം. അതാണ് ഖുർആൻ പറഞ്ഞത്, വലാ തഹിനു വലാ തഹ്സനു വഅൻതും ലഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ദൗർബല്യം കാണിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ മുഅ്മിനീങ്ങളാണോ എങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. അള്ളാഹുവിന്റെ സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതകരമായ 2 യാത്രകൾ. ആ യാത്രക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് നൽകിയ ഒരുപാട് സംഗതികൾ ഹദീസുകളിൽ കാണാം. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് മാത്രം ചുരുക്കുകയാണ്. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുക, യഥാർത്ഥ മുസ്ലിമായി നിലകൊള്ളുക. അല്ലാഹു അനുഗ്രഹിക്കും. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമുക്ക് മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതൊന്നും നമ്മൾ ആരും പുതിയതായി ഉണ്ടാക്കി ചെയ്തുകൊണ്ട് സ്വർഗം നേടാൻ നമ്മൾ ആരും മോഹിക്കണ്ട. എന്താണോ പ്രവാചകൻ പഠിപ്പിച്ചത് അത് ചെയ്യുക, എന്താണോ പഠിപ്പിക്കാത്തത് അത് ഒഴിവാക്കുക. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. ആ പ്രവാചകൻ കൊണ്ടുവന്നത് സ്വീകരിക്കുക, ആ പ്രവാചകൻ വിരോധിച്ചത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. ഈ റജബ് മാസത്തിൽ റജബ് 27-ന് മെഹ്റാജ് എന്ന പേരിൽ പ്രത്യേകമായ സുന്നത്ത് നോമ്പ് എടുക്കുന്നതായി നമുക്ക് കാണാം. നോമ്പല്ലേ, നല്ലതല്ലേ, കൂലി കിട്ടൂലേ എന്നൊരാളും വിചാരിക്കണ്ട. അങ്ങനെ ഒരു നോമ്പ് റജബ് മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു നോമ്പ് കൊണ്ടുവന്ന് സുന്നത്താണെന്ന് പറഞ്ഞ് ഫിറ്റ് ചെയ്യുമ്പോൾ അത് സുന്നത്തിന്റെ പരിധിയിലല്ല, ബിദ്അത്തിന്റെ പരിധിയിലാണ് വരിക. വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും ളലാലത്താണ്. ആ ളലാലത്ത് നിങ്ങളെ കൊണ്ടുപോകുന്നത് വഴികേടിലേക്കാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ എല്ലാ പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർ റജബ് മാസത്തിൽ 27 മെഹ്റാജ് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പില്ല. പരിശുദ്ധ റമദാൻ അടുത്തു വരികയാണ്. റമദാനിലെ നിർബന്ധമായ നോമ്പുണ്ട്. അതിനു പുറമെ ശവ്വാൽ മാസത്തെ 6 സുന്നത്തായ നോമ്പുകളുണ്ട്. അതുപോലെ തന്നെ മുഹറം 9, 10 നോമ്പുകളുണ്ട്. അതുപോലെ തന്നെ ദുൽഹജ്ജ് 9 നോമ്പുണ്ട്. തിങ്കൾ വ്യാഴം സുന്നത്ത് നോമ്പുണ്ട്. എല്ലാ അറബി മാസവും 13, 14, 15 നോമ്പുണ്ട്. എന്നല്ലാതെ ഈ സുന്നത്തായ നോമ്പിന്റെ പരിധിയിൽ മെഹ്റാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ റജബ് മാസത്തിൽ മെഹ്റാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നോമ്പ് ഈ സംസാരം കേൾക്കുന്ന
ഒരു മുസ്ലിം സഹോദരന് ചെയ്യാൻ പാടില്ല. അത് മുജാഹിദാവട്ടെ, സുന്നിയാകട്ടെ, ഏത് സംഘടനക്കാരനാകട്ടെ, സംഘടന ഇല്ലാത്തവനാവട്ടെ, സ്നേഹത്തോടെ പറയുകയാണ്. ഇസ്ലാമിന്റെ പേരിലാണ് പറയുന്നത്, അള്ളാഹുവിന്റെ പേരിലാണ് പറയുന്നത്, പരിശുദ്ധമായ മിമ്പറിൽ നിന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നോമ്പ് നിങ്ങൾ എടുത്താൽ അത് ബിദ്അത്തിന്റെ പരിധിയിലാണ് വരിക. അങ്ങനെ ഒരു നോമ്പ് ഇസ്ലാമിലില്ല, പ്രവാചകൻ ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല, മുൻഗാമികൾ ചെയ്തിട്ടില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ. അതുപോലെ റജബ് മാസത്തിൽ പ്രത്യേകം പോരിഷ കൽപ്പിച്ചുകൊണ്ട് ഉംറക്ക് പോകുന്ന ആളുകൾ നമുക്ക് കാണാം. റജബിൽ അങ്ങനെ ഉംറക്ക് ഒരു പ്രത്യേകതയില്ല, റമദാനിലെ ഉംറക്ക് പ്രത്യേകതയുണ്ട്. അതിന്റെ മഹത്ത ഹദീസുകളിൽ കാണാം, അതിന്റെ പോരിഷ ഹദീസുകളിൽ കാണാം. റജബ് മാസത്തിൽ ഒരാൾക്ക് പോകാൻ താക്കത്ത് കിട്ടിയത്, പൈസ റെഡിയായത്, ആരോഗ്യം റെഡിയായത്, പോകാനുള്ള യാത്രകൾ എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങിയത് ഈ മാസത്തിലാണോ, അയാൾ ഈ മാസത്തിൽ പോയി, തകരാറില്ല. എന്നാൽ റജബാവട്ടെ എന്ന് കരുതി, റജബ് മാസത്തിൽ പ്രത്യേക പുണ്യമുണ്ട് എന്ന് കരുതി ഉംറ അങ്ങനെ ഒരു ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ എത്രയോ നിസ്കാരങ്ങളാണ്, പ്രത്യേകിച്ച് റജബ് മാസമായി കഴിഞ്ഞാൽ ആഗ്രഹ സഫലീകരണത്തിന്റെ നിസ്കാരം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായ നിസ്കാരങ്ങൾ, 100 റക്അത്ത്, ഇത്ര റക്അത്ത്, ഓരോ റക്അത്തിലും സുജൂദിലും ഇത്ര സുബ്ഹാനല്ലാഹ്, 100 സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരു നമസ്കാരത്തിന്റെ ഏർപ്പാട് റജബ് മാസത്തിൽ ചെയ്തു വരുന്നത് കാണാം. അതും ഇസ്ലാമിൽ ഒരു അടിസ്ഥാനവുമില്ല. പിന്നെ ദിക്റുകളാണ്, കടമാന ദിക്റുകൾ. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല, ഞാൻ അതെല്ലാം പരിശോധിച്ചിട്ടാണ് വന്നത്. ഏതെല്ലാം തരത്തിലുള്ള ദിക്റുകളാണ്. റജബ് മാസത്തിൽ ആദ്യത്തെ 10 ഒരു പ്രത്യേക ദിക്റ്, രണ്ടാമത്തെ 10 പ്രത്യേക ദിക്റ്, മൂന്നാമത്തെ, ഓരോ വർഷം കഴിയുന്നോറും അനാഥാരങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരും. ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് ഓരോ തരത്തിലുള്ള ദിക്റുണ്ടാക്കും. ഏതെല്ലാം കോലത്തിലുള്ള ദിക്റുകളുണ്ട്. അവസാന ദിക്റ് ഇങ്ങനെ വന്ന് എത്രയോ ദിക്റുകൾ ഷോർട്ടാക്കി ഹാ അല്ലാഹ്, ഹി അല്ലാഹ്, ഹു അല്ലാഹ്, ഹാ ഹി ഹു അല്ലാഹ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, അതിന്റെ ഷോർട്ടാണ്. അത്രയും വലിച്ചിട്ട് പറയണ ഹാ ഹി ഹു. ഈ ജാതി കോലമൊക്കെയാണ് ഇസ്ലാമിന്റെ പേരിൽ നമുക്കുറയിൽ നടക്കുന്നത്. ഇത് ജൂതന്മാർ പറയുന്നതല്ല, ഇവിടെയുള്ള നസാറാക്കൾ പറയണല്ല, ഇവിടെയുള്ള ബഹുദൈവ വിശ്വാസികൾ പറയണല്ല. നിസ്കരിക്കുന്ന പള്ളിയിൽ വരുന്ന ഉസ്താദുമാര്, ഓരോ ത്വരീഖത്തിന്റെ നേതാക്കന്മാര് അവർക്ക് ഇഷ്ടമുള്ളത് വെറൈറ്റി ആക്കി ഓരോന്നുണ്ടാക്കി കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് ഇങ്ങനെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കാൻ. ഇങ്ങനെ പ്രത്യേകമായ ദിക്റുകളൊന്നും റജബിലില്ല, പ്രത്യേകമായ പ്രാർത്ഥനയില്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഒട്ടുമിക്ക മുസ്ലിം പള്ളികളിലും ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയും ഈ മാസം ചെന്ന് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന കേൾക്കാൻ പറ്റും. അറിയാത്തവരൊക്കെ ആമീനും പറയും. കൂട്ടുപ്രാർത്ഥന എന്ന് പറയുന്ന ഏർപ്പാട് എന്റെ ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. റജബാവുമ്പോ ഇങ്ങനെ കുറെ പ്രാർത്ഥന കൂടി ആളുകൾ ഫിറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയൊന്നും സ്വഹീഹായ ഹദീസിന്റെ താളുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ബിദ്അത്തുകൾ ഒഴിവാക്കുക, സുന്നത്തിനെ നിലനിർത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.